ഒരു പൊട്ട മേയറും സദാ കുട്ടി കിടക്കുന്ന ഡെപ്യൂട്ടി മേയറാണല്ലോ നഗരം ഭരിക്കുന്നത്. ഈ രണ്ടെണ്ണം കൂടി കുറെ ആളെയും കൂട്ടി മുദ്രാവാക്യം വിളിച്ചുകൊടുക്കാനാണ്. അങ്ങനെയാണോ? മേയർ ഓഫീസിൽ കയറുന്നത് മുദ്രാവാക്യം വിളിച്ചിട്ടാണോ? മേയറും ഡെപ്യൂട്ടി മേയറും കുറെ കുട്ടികളും ചേർന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ സമരം ഇരിക്കുന്ന ആളുകളെ ചവിട്ടി വധിച്ച് അകത്ത് കയറിയാണ്. ഇന്ന് ജനാധിപത്യം വിജയകരമായ മറുപടി പറയണം. ഇതാണോ നിങ്ങളുടെ ജനാധിപത്യം? ഇതിന്റെ പാവപ്പെട്ട വനിതാ കൗൺസിലറെല്ലാം അടിച്ച് തല പൊട്ടിച്ച് ചവിട്ടി വധിച്ച് അങ്ങനെയാണ് മേയറും കൂട്ടനും ആ കൗൺസിലർ മേയറുടെ ഓഫീസിലേക്ക് കയറി. മേയറുടെ മുറി കയറിയപ്പോഴത്തും നല്ല മുറി ഉണ്ടല്ലോ. മേയറുടെ പിയുടെ മുറി വഴി അല്ലെ സാധാരണ മേയറുടെ ഓഫീസിൽ കയറുന്നത്. കൗൺസിൽ യോഗത്തിലേക്ക് പോകുന്ന അതുവഴിയല്ലേ? കൗൺസിൽ കഴിഞ്ഞാൽ അതുവഴിയിലേക്ക് കയറുക. അപ്പോ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് കാരണം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമമാണ്. ഇങ്ങനെയാണോ ഒരു മേയർ ചെയ്യേണ്ടത്? ഒരു ഡെപ്യൂട്ടി മേയറോ ഒരു മേയറോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞങ്ങൾ സമരം ചെയ്യാൻ വരുന്ന സമയത്ത് ഞങ്ങളെ പേടിച്ച് പുറകെ കൂടെ കാണുമെന്ന് കയറിക്കോണം. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഞങ്ങൾ സമരത്തിനിറങ്ങും. ഞങ്ങൾ തിരുവനന്തപുരത്ത് പണ്ട് ഞങ്ങൾ സരിതയുടെ കേസ് വന്ന സമയത്ത് ഞങ്ങൾ തൂറി മെഴുകിയ ടീമാണ്. ഞങ്ങൾ എന്തോരം തൂറിയിട്ടുണ്ടെന്നറിയോ? അങ്ങനെയാണ് ഉമ്മൻചാണ്ടി തോറ്റു തുന്നം പഴി ഇവിടുന്ന് ഓടിയത്. അതറിയാവോ? അതുപോലാണ് സമരം ചെയ്യേണ്ടത്. അതൊക്കെ എന്താ ചെയ്യാത്തത്? ഞങ്ങൾ ഓരോ സമര രീതികൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വേണം ചെയ്യാൻ. സ്ത്രീകളുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കല്ല ചെയ്യേണ്ടത്. അതിന് പകരം നേരെ ഡൈസി ചാടിക്കയറണം. ഡൈസി ചാടിക്കയറിയിട്ട് അവിടെ കമ്പ്യൂട്ടറോ മൊബൈലോ എന്തൊക്കെയാണോ ഇരിക്കുന്നത് ഇതെല്ലാം വലിച്ചു വാരി റോഡിലേക്ക് എറിയണം. അങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്. അതല്ലാതെ വെറുതെ വന്നിട്ട് ഞങ്ങൾ സമരം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങളെ ഒരു ഭയമില്ലാതെ ഞങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ട് കയറിപ്പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ഷമിക്കൂ? അതാണോ ഞങ്ങളുടെ ഒരു സമരരീതി? ഇതൊന്നുമല്ല ഞങ്ങളുടെ സമരരീതി. ഞങ്ങളുടെ സമരരീതിയാണ് സമരരീതി. ഞങ്ങൾ ഓടി വന്നെല്ലാം നശിപ്പിക്കും. ഞങ്ങൾക്ക് അതിനൊന്നും ഒരു ഭയമില്ല. അങ്ങനെ വേണം സമരം ചെയ്യാൻ. ഞങ്ങൾ പെണ്ണുങ്ങളെ മുന്നിൽ നിർത്തി സമരം ചെയ്യും. പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞിട്ട് സമരം ചെയ്യും. പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞ് മാത്രം അധികാരത്തിൽ വന്ന് ഞങ്ങൾ സമരം ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് ഞങ്ങളുടെ ഒരു സമരത്തിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എല്ലാം കണ്ണടച്ചിട്ട് എന്ത് തോന്നിവാസം കാണിച്ചാലും ഞങ്ങൾ കണ്ണും അടച്ചങ്ങ് മിണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സമര രീതി. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വന്ന് അലമ്പുണ്ടാക്കും. അതാണ്ട് ഇപ്പം ഞങ്ങൾ കാണിക്കുന്നില്ലേ? ഒരു 10 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ എവിടെയെങ്കിലും നിങ്ങളൊന്ന് 10 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു സമരം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 11ാമത്തെ വർഷം തീരുന്നതിന് മുമ്പ് ഞങ്ങൾ പരിപാടി തുടങ്ങിയില്ലയോ? ഞങ്ങളുടെ പിള്ളേർ തെരുവ് തോറും നടന്ന് വെള്ളത്തിൻ്റെ പ്രഷറിൽ തെറിച്ചു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? ബ്ലേഡ് കൊണ്ട് പരിപാടികൾ നടത്തുന്നത് കാണുന്നില്ലയോ? ബ്ലേഡിൽ പരിപാടി. അങ്ങനെയൊക്കെയുള്ള സമരമുറകളാണ് ഞങ്ങളുടെ ഒരു രീതി. അതല്ലാതെ മേയറായാലും ശരി, ഡെപ്യൂട്ടി മേയറായാലും ശരി, ഞങ്ങൾ സമരം ചെയ്യുന്നതിൻ്റെ ഭാഗത്തേക്കേ വന്നേക്കരുത്. നിങ്ങൾക്ക് വന്ന് ഇത്തിരി ധൈര്യമൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. കേന്ദ്രം ഭരിക്കുന്നതിൻ്റെ അഹങ്കാരമാണ്, അത് നമുക്കറിയാം. ഞങ്ങൾക്ക് ഭരണമില്ല. ഞങ്ങളിങ്ങനെ കേരളത്തിൻ്റെ ഇങ്ങനെ അറ്റത്തോടെ എത്തി. ഞങ്ങളിനി ചിലപ്പോൾ നിങ്ങളൊന്ന് എന്നാക്കി കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് വെള്ളത്തിൽ പോകും, അതായത് അറബിക്കടലിൽ പോകും എന്നുള്ളൊരു ധാരണയിലാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 45 വർഷമായിട്ട് നേടിയെടുത്ത ശക്തി ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങളങ്ങ് കാണിക്കും. ഇനി മേലാൽ മേയറോ ഡെപ്യൂട്ടി മേയറോ ഞങ്ങളുടെ സമരം നടക്കുന്ന സ്ഥലത്തൂടെ വന്നേക്കരുത്. മര്യാദ